ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്നവരുടെയും സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുകയും ഭൂമിയിൽ നിറഞ്ഞ അതിനെ കീഴടക്കുകയും കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ പ്രതിദാസവും ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മസേനകൾ ഉപകരിക്കുന്ന സ്നേഹവും സരളവും രക്ഷയും ഞങ്ങളിൽ പുറമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ് ദൈവത്തിന്റെ കൃത്യതയായിരിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ഞങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തന്നെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വേദനയുള്ളതായി. ഇത് അവളെ കറിയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാതെ നമുക്ക് പുറമെ തനിക്ക് തന്നെ പ്രദർശിക്കുന്നതിനും അവ കളങ്കരീതിയും പരിസ്ഥിതിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തിന്റെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിലാരും ഒരു വ്യക്തിയും തന്നെ പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. Oh
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ദൈവാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ അനുഭവത്തിലെ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബജീവിതം ആരംഭിക്കുവാനായി സന്നദ്ധമായി അൾത്താരയ്ക്ക് മുമ്പ് നിൽക്കുന്ന റോബിൻ ജൂബി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾ നേരുന്നു. സുബിനച്ചൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ്റെ വിവാഹത്തിന് അച്ഛൻ വരുമ്പോൾ ഒരു സന്ദേശം പറയണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ ബന്ധു അച്ഛനുണ്ടല്ലോ, അച്ഛൻ പറയൂ, ഞാൻ പറയണമെന്ന് ചോദിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛനെന്തോ ഒരുങ്ങി പോരെ, നീ എങ്ങാനും അച്ഛനൊരു ചാൻസ് കിട്ടിയാൽ പറയാമല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സെവിനച്ഛൻ്റെ അനിയൻ്റെ ഈ വിവാഹ ദിനത്തിന് ഒരു വിവാഹത്തെ കുറിച്ചുള്ളൊരു സന്ദേശം പറയുവാനായി ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതാണ്, ഞാൻ ഏകദേശം സെവിനച്ഛൻ്റെ കുടുംബത്തെ പരിചയപ്പെട്ടിട്ട് 10-15 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ 15 വർഷം പിന്നിടുമ്പോൾ സെവിനച്ഛൻ്റെ കുടുംബത്തെ പരിചയപ്പെട്ടത് മുതലേ എനിക്കൊരുപാട് ആത്മീയ സന്തോഷവും ആത്മീയ അനുഭവങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ 3 പേരാണ് പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു ബാച്ചിൽ ഉണ്ടായിരുന്നത്. ഈ 3 പേരുടെയും കുടുംബാംഗങ്ങൾ തമ്മില്, മക്കൾ തമ്മില്, സഹോദരി സഹോദരന്മാർ തമ്മില് നല്ല ആത്മാർത്ഥമായ ഒരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മില്. എനിക്ക് എന്നും അഭിമാനത്തോടെ ഓർക്കാൻ സാധിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ആണ് എനിക്ക് സെവിനച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2 മാസം കൂടുമ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും എന്നെ ഫോൺ വിളിക്കും. ബിജു അച്ഛ, അച്ഛന് സുഖമാണോ? ചിലപ്പോൾ അച്ഛനൊന്നും വിളിക്കുകയില്ല, സ്നേഹത്തോടെ ബിജു മോനെ എന്നൊക്കെയാണ് എന്നെ വിളിക്കാറ്. ഇവരെന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ട് എൻ്റെ അന്വേഷണങ്ങൾ തിരക്കും. ഇടവകയിൽ എന്തുണ്ട്, സുഖമല്ലേ, സന്തോഷമല്ലേ, എങ്ങനെ പോകുന്നു? ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഒട്ടും പിറകിലേക്ക് പോകരുത്, ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന്. റോബിന്റെ പരീക്ഷ വരുമ്പോൾ, റോബിന്റെ ഒരു ആവശ്യം വരുമ്പോൾ സെവിനച്ഛൻ്റെ അമ്മ വിളിക്കും, അപ്പച്ചൻ വിളിക്കും, ഞങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ആത്മാർത്ഥമായ ഒരു ആത്മീയ ബന്ധമാണ് ഈ കുടുംബവും ഞങ്ങളിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് വൈദികര് ഇന്ന് വിവാഹ തിരുക്കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആത്മീയ ചൈതന്യമുള്ള ഈ ഒരു കുടുംബത്തിലെ ഒരു മകന്റെ വിവാഹവേളയില് സംബന്ധിക്കുവാനും അതിനെക്കുറിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം പറയുവാനും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റോബിൻ ജൂബി, നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഈ വിവാഹം എന്ന ഉദാശയിലൂടെ കുടുംബജീവിതം ആരംഭിക്കുവാനായി ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾ ഈ ദേവാലയത്തിലെ പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുക. ഒന്ന്, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗത്തിന്റെ ഇപ്രകാരമാണ്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആദ്യത്തെ കാര്യം പ്രധാനപ്പെട്ടത് ദൈവം യോജിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം മനുഷ്യൻ ചെയ്യുക. അത് മനുഷ്യൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തോട്ടെ, അതൊരു വിഷയമുള്ള കാര്യമാണ്. പക്ഷെ ആദ്യത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ദൈവം യോജിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ മാമോദീസ എന്ന കുദാശയുടെ മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗമായി തീരുന്ന നമ്മൾ ഓരോരുത്തരും കാലാകാലങ്ങളിൽ ഓരോ കുദാശകളെ സ്വീകരിക്കാറുണ്ട്. ഇതൊന്നും ഒരു ആചാരത്തിന്റെ പേരിൽ നമ്മൾ സ്വീകരിക്കുന്നതല്ല, മറിച്ച് സഭ നമുക്ക് ദാനമായി തരുന്ന
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ഒരു സമ്മാനമാണ് ഈ കൂദാശകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. പൊൻകണ്ടം ഇടവകയിലെ റോബിൻ ആലപ്പുഴ ജില്ലയിലെ ജൂബി എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ചെറുക്കന്റെയോ പെണ്ണിന്റെയോ വിവാഹ ആഘോഷവേളയിലല്ല നമ്മളിവിടെ പങ്കെടുക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മകന്റെയും മകളുടെയും വിവാഹവേളയിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ മുമ്പിൽ വളരെ സ്പഷ്ടമാണ്. റോബിന്റെയും ജൂബിയുടെയും മാതാപിതാക്കന്മാര് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ ഈ റോബിനെ കുറിച്ചും ജൂബിയെ കുറിച്ചും അവരുടെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ ആഗ്രഹത്തിന് മുമ്പേ ദൈവം ഇവരെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇവർ ആഗ്രഹിക്കുന്നതിന് മുമ്പേ ദൈവം ഇവരെ തിരഞ്ഞെടുത്തു, ദൈവം ഇവരെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് റോബിന്റെയും ജൂബിയുടെയും മാതാപിതാക്കന്മാർക്ക് ഈ രണ്ട് മക്കളെ സമ്മാനമായി ദൈവം കൊടുത്തത്. സമ്മാനമായി കിട്ടിയ തങ്ങളുടെ മക്കളെ സഭയുടെ അംഗമായി, സഭയുടെ പ്രിയപ്പെട്ട മക്കളായി, ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട മക്കളായി വളർത്തണമെന്ന് ആഗ്രഹിച്ച് മാമോദീസ എന്ന കൂദാശയിലൂടെ റോബിനെയും ജൂബിയെയും സഭയുടെ അംഗമായി തീർത്തു. തുടർന്ന് മക്കള് വളർന്നുകൊണ്ടിരിക്കുക, പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാതാപിതാക്കന്മാർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭൗതികമായ ഭക്ഷണം മാത്രം പോരാ, ആത്മീയ ഭക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കന്മാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആദ്യമായി ഈശോയെ ഇവർക്ക് നൽകി. അങ്ങനെ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയും വിശുദ്ധ കുർബാന എന്ന കൂദാശയും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഇവരുടെ മാതാപിതാക്കന്മാർ നൽകി. ദൈവം യോജിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഇവരെ യോജിപ്പിച്ചത്. മാനുഷികമായ ചിന്തകൾ കൊണ്ടോ മാനുഷികമായ പ്രവൃത്തികൾ കൊണ്ടോ മാനുഷികമായ ഇടപെടലുകൾ കൊണ്ടോ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവമാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് റോബിൻ, ജൂബി, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് വെറും മാനുഷികമായ ബുദ്ധിയുടെ ഒരു പര്യായമല്ല ഈ വിവാഹ ആഘോഷം. മറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി, ദൈവം ആഗ്രഹിച്ചതുകൊണ്ട്, ദൈവം നിശ്ചയിച്ചതുകൊണ്ട്, ദൈവം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, ദൈവം ദാനമായി നിങ്ങൾക്ക് ജീവിതം തരുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ നയിക്കേണ്ടത് ദൈവമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബജീവിതം ആരംഭിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലായിരിക്കുന്നത് രണ്ടുപേര്. പക്ഷേ ഈ രണ്ടുപേർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. റോബിനും ജൂബിയും ഇന്ന് വിവാഹം കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ കാര്യമായി ഞങ്ങൾ വിചാരിച്ചോളാം എന്ന് വിചാരിച്ച് നടന്നാൽ ഒന്നുമാകില്ല. മറിച്ച് ഈ മൂന്നാമത്തെ മുടിയിടം ആരും അറിയാതെ അവിടെ നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ച് നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു, ഇനി ദൈവമാണ് നിങ്ങളെ നയിക്കേണ്ടത്. ദൈവം നമ്മളെ നയിക്കുമ്പോൾ ഒരിക്കലും ചിത്രകാരൻ അന്ത്യകാലത്തിന്റെ പടം വരച്ചിട്ട് തന്റെ ഗുരുവിന്റെ മുമ്പിൽ ഈ ചിത്രം കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ രൂപമാണ് എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോയുടെ മുമ്പിലിരിക്കുന്ന കാസയുടെ രൂപമാണ് എന്ന്, പടമാണ് എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ബ്രഷെടുത്ത് ഈശോയുടെ മുമ്പിൽ നിന്ന് കാസ വായിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ചിത്രത്തിന്റെ അടിയിൽ എഴുതി വെച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ വരച്ച പടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈശോ ആയിരിക്കണം. ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തില്, എന്റെ പടത്തില് ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട റോബിൻ, ജൂബി, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇത് നിങ്ങളെ നയിക്കുന്നതും ദൈവം തന്നെയാണ്. ഈ ദൈവം നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവം ആഗ്രഹിക്കാത്ത, ദൈവം വിചാരിക്കാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അച്ഛന്മാരുടെയും മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെ പേരിലെ കുടുംബജീവിതത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം ഇവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഈ കുടുംബം ദൈവത്തിന്റെ മുമ്പില്, സഭയുടെ മുമ്പില് വിശ്വസ്തതയുള്ള, വിശ്വാസമുള്ള, വിശുദ്ധമായ ഒരു കുടുംബമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മണവാട് സഭയ്ക്ക് വേണ്ടി സ്വജൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവജനമാകുന്ന ആനവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന വിഷയമായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയത്തിന് പങ്കാരാകുവാൻ പരസ്പര വിശ്വാസത്തോടും ചാരിത്രശക്തിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ
ഞങ്ങളുടെ കർത്താവുമായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടി ആരംഭിക്കുന്ന കുടുംബ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസന്റെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ആദിയിൽ പുരുഷന്റെ ജീവിത സഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നെ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. വിവാഹ ഉടമ്പടിയിലേക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ഭാഗത്തു നിന്നുള്ള സാക്ഷികൾ മുന്നോട്ട് വന്നിരിക്കുക. റോബിന് മെസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി ജുബിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജുബി മെസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി റോബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ മനസ്സിലേക്കത്തോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്നു. ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും നിർമുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേന മണ്ണിൽ നിന്നോട് ചേർക്കാം
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സുരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചെറിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥൻ എന്നേക്കും നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സേനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപവരം അവിടുത്തെ കാരുണ്യം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. തിരുശരീരവും കടന്ന വൃത്തിക്കും പാപങ്ങളുടെ മോശനത്തിനും ലഭിച്ചതിന് കാരണമാകട്ടെ.
യേശുദിനത്തിൽ നമ്മളെല്ലാവരും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച റോബിനും ജുബിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസം ഏറ്റവും സന്തോഷപ്രദമാക്കാൻ ഈ കുടുംബത്തോടൊത്ത് കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷിക്കുന്ന ഒരുപാട് വൈദികർ ഇന്നവിടെ സന്നിഹിതരാണ്. ബഹുമാനപ്പെട്ട ബിജുവച്ചൻ പ്രസംഗ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്നവരെല്ലാവരും എൻ്റെ ബാധ്യതയാണ്. ഒരുപാട് പ്രചോദനം നൽകുകയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് എന്നും താങ്ങായിട്ടുള്ളതായി ശക്തിയായി കൂടെയുള്ളവരാണ് ബാധ്യത. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഏറ്റവും സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാനും എൻ്റെ ഒപ്പം നിന്ന് സഹായിക്കാനും ഈ നീണ്ട വർഷങ്ങൾ 25 വർഷക്കാലം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഈ സുദിനത്തിൽ ഈ ദിവസത്തിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടി അവർ കടന്നു വരികയും ഈ വിശുദ്ധ ബലി അർപ്പണത്തിനോടൊപ്പം സഹകർമ്മരായി റൂബിൻ ജുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ ബലി അർപ്പണ കുർബാനയ്ക്കിടയ്ക്ക് മനോഹരമായ ഒരു സന്ദേശം നൽകി ബിജുവച്ചൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതോടൊപ്പം ഒരുപാട് വൈദികർ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പിലച്ഛനും അതോടൊപ്പം പുറമയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും മകളുടെ വടക്കഞ്ചേരി പുറമയിലെ അച്ഛന്മാരെല്ലാം ഇന്ന ദിവസം ഇവർക്ക് വേണ്ടി അങ്ങനെ വേണ്ടി റൂബിന് വേണ്ടി ജുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്. സ്നേഹപരമായ അച്ഛന്മാരെ കുടുംബത്തിൻ്റെ ഏറ്റവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് വിശുദ്ധ ബലി അർപ്പണത്തിനോടൊപ്പം സഹകർമ്മികനായി എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അച്ഛൻ CMI സഭാംഗമാണ്. ഘാനയിലാണ് മിഷൻ പ്രവർത്തനത്തിനായി അച്ഛൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അച്ഛൻ വന്നതേയുള്ളൂ. ഏറ്റവും സന്തോഷത്തോടുകൂടി ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പണത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ തിരക്കിട്ട സമയത്തിനിടയ്ക്കും സമയം കണ്ടെത്തിയതിനോട് ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം ഒരുപാട് ഇടഭാഗങ്ങൾ എൻ്റെ പഴയ ഇടവകയിൽ നിന്നും ഇപ്പോൾ ആയിരിക്കുന്ന ഇടവകയിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ദൂരത്ത് നിന്നാണ്, ഒരുപാട് വഴികൾ സഞ്ചരിച്ച് വളരെയധികം ദൂരം സഞ്ചരിച്ച് വളരെയധികം കഷ്ടപ്പെട്ടാണ് അവരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. എല്ലാവരെയും ഈ ദിവസം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനായി വളരെ അകലങ്ങളിൽ നിന്ന് ഒരു സമയം യാത്ര ചെയ്ത് അനിയന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടുകൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു.
അതോടൊപ്പം ഈ ദിവസം ഈ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുകയാണ്. എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പ്രോഗ്രാം ജപിക്കും. എന്നും കൂടെ ഉണ്ടാകണമെന്ന് ഏറ്റവും താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകളാണ് തുടർന്നുള്ള ഇവരുടെ ജീവിതത്തെ ഏറെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ ദൃഢതരമാക്കുക. എന്നും പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കാനായിട്ട് ഇവരുടെ കുടുംബ ജീവിതം തമ്പുരാൻ ഏൽപ്പിച്ചതുപോലെ വിശ്വസ്തയോടുകൂടി, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി എന്നും ദൈവജനമൊക്കെ മരണം വരെ കാത്തുവരെ പാലിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. എല്ലാത്തിനും ഉപരിയായി അതോടൊപ്പം വിവേചനെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. വന്ന വേദികൾക്കെല്ലാം സന്തോഷത്തോടുകൂടി സ്വാഗതം നൽകുകയും ഈ ഭവനത്തിലേക്ക് പന്നടം ഇടവക ദേവാലയത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം തന്നു എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ക്രമീകരിക്കുവാൻ നേരത്തെ തന്നെ സമയം കണ്ടെത്തി ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളും വേണ്ടതുപോലെ നിർദ്ദേശിച്ച് ലഭിക്കട്ടെ. സ്നേഹം നിറഞ്ഞ വികാരിച്ചതിനും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന ആശീർവാദത്തിനായി വരിക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായി, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ പിതാവിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന ഉദാശിയായ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അഭിമുഖങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പരിണിതമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുക. ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുക. നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരെ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപാടി സ്വസ്തി. അവരുടെ ദുഷ്ടകരങ്ങളെ മലിനമാകാതെ സൂക്ഷിക്കണമേ. അങ്ങയുടെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവരുടെ ലോകത്തിൽ സൃഷ്ടിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും സൗഭാഗ്യത്തിന്റെ മകളുമായി തീരട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായവരെ സന്യാസിമാരെ ആത്മായ പരിശുദ്ധരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു അങ്ങയുടെ ദൂരത്തെയും വൈദ്യ ശുശ്രൂഷയെ വിശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ ഭക്ഷണമതന്നെ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വൈദ്യരുടെ മധ്യസ്ഥനായ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധാത്മാവേ, സകലസ്ഥലത്തോടെ പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.